ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗിൽ പഠിക്കുന്നത്, ഒരു കാരണവശാലും നല്ല ഇറക്കങ്ങളിൽ ക്ലച്ച് നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഇതുപോലെ ഒരിക്കലും യൂസ് ചെയ്യരുത്. യൂസ് ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ വലിയ ഇറക്കങ്ങളിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് നമ്മൾ ഇറക്കത്ത് ക്ലച്ച് അനാവശ്യമായിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ഗിയറിൻ്റെ പിടുത്തം മാറും. ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഗിയറിൻ്റെ പിടുത്തം മാറുമ്പോൾ വാഹനത്തിന് സ്പീഡ് കൂടാനും അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വലിയ ഇറക്കങ്ങളിൽ ഇറങ്ങുമ്പോൾ ഏത് ഗിയർ കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും ഡ്രൈവിംഗിൽ അനിവാര്യമാണ്. ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് നല്ലൊരു ഇറക്കമുണ്ട്, അവിടെ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഒപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ഒരു പോയിന്റ്, നമ്മൾ വലിയ ഇറക്കങ്ങൾ, ഉദാഹരണം പറയാം, ഓഫ് റോഡ് പോലെയുള്ള, ഇപ്പോൾ നല്ലൊരു മലമുകളിൽ നിന്ന് നമ്മൾ നല്ല കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങുകയാണ്. അപ്പോൾ ഇറക്കത്തിൻ്റെ അളവ് കൂടുതലാണ്, നല്ല വലിയ ഒരു കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇറക്കത്ത് ഏത് ഗിയർ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഇറക്കങ്ങളിൽ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഗിയർ ആണ്. ഫസ്റ്റ് ഗിയർ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങാനായിട്ട് നല്ലതും ഒപ്പം തന്നെ നമുക്ക് വാഹനത്തെ സേഫായിട്ട് ഇറങ്ങാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല, എങ്ങനെ ഫസ്റ്റ് ഗിയറിൽ ഇത്തരത്തിലുള്ള കുത്തനെയുള്ള ഇറക്കം ഇറങ്ങണം. നമ്മളിവിടെ ഇറങ്ങുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ക്ലച്ച് ചവിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ക്ലച്ച് ചവിട്ടുമ്പോൾ ഗിയറിൽ നിന്നുള്ള ഒരു പിടുത്തമാണ് മാറുന്നത്. ഇപ്പം നിങ്ങളെ ഞാൻ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ താഴെയായിട്ട് നമുക്കൊരു ഇറക്കം കാണാം. അവിടെ ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് അത് കാണിച്ചു തരാം. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇനി ഇവിടെ മുന്നിലായിട്ടൊരു ഇറക്കമുണ്ട്. ഇപ്പോൾ ആ ലോറി നോക്കുക, ഒരു കയറ്റം കയറിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനി നമുക്ക് ആ ഇറക്കത്ത് നിങ്ങളെ കൃത്യമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തൊന്ന് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇറക്കമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് സെക്കൻഡ് ഗിയറിലൊക്കെ ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു ഇറക്കമാണ്. പക്ഷെങ്കിൽ നമുക്കൊരു കുത്തനെയുള്ള ഒരു ഇറക്കത്ത് നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കാണുക. ഇപ്പം നമ്മളിവിടെ നല്ല കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് സേഫായിട്ട് ഇറങ്ങണം. സേഫായിട്ട് നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, നമുക്ക് വാഹനത്തിന് നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കിങ്ങും ഒപ്പം തന്നെ ആ ബ്രേക്കിങ്ങിന് ആനുപാതികമായിട്ടുള്ള ഒരു പിടുത്തം കിട്ടാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറും കൂടെ കൊടുക്കുക. കാരണം ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, വണ്ടിക്ക് ഒരു പരിധിക്കപ്പുറം സ്പീഡ് ഉണ്ടാകത്തില്ല. ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഏറ്റവും ടോർക്ക് കൂടിയ ഒരു ഗിയറാണ്. അപ്പോൾ ആ ഗിയറിൽ നമ്മൾ പോകുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ പിടിച്ചേ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ആ ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്കും കൂടെ ആകുമ്പോൾ നമുക്ക് സേഫായിട്ട് ഇറങ്ങാം. പക്ഷെങ്കിൽ നമ്മളവിടെ ബ്രേക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേക ബാലൻസോടെ ചെയ്തില്ലെങ്കിൽ ബ്രേക്കിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. ഇറക്കത്ത് ഓഫായി പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങളും ഉണ്ടാകും. ഓക്കെ, ഇപ്പം ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഇറക്കം ഇറങ്ങാനായിട്ട് തീരുമാനിച്ചാൽ പതിയെ ബ്രേക്കിൽ നിന്ന് അയക്കുക. പതിയെ, ഒറ്റയടിക്ക് അയക്കരുത്. പലരും ചെയ്യുന്ന ഒറ്റയടിക്ക് എടുക്കും, അപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടും. അപ്പോൾ എന്ത് ചെയ്യുക, പതിയെ അയക്കുക. അപ്പോൾ വണ്ടി ഇങ്ങനെ റൺ ചെയ്ത് തുടങ്ങും. ഇങ്ങനെ വണ്ടി അനങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, പതുക്കെ ക്ലച്ച് നിന്ന് അയച്ച് നമ്മളിതേ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്തു. ആ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരിക. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു. ഇങ്ങനെ വന്നാൽ ഉടൻ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിലായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് കൊള്ളിച്ച് ചവിട്ടണം. അതായത് ബ്രേക്കിൻ്റെ അളവ് കൂടാൻ പാടില്ല, ബ്രേക്കിൻ്റെ അളവ് തീർത്തും കുറയാനും പാടില്ല. ബ്രേക്കിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ബ്രേക്ക് കൂടുതലായിട്ട് വന്നിട്ട് വണ്ടി നിന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരും. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, ബ്രേക്ക് ചവിട്ടുമ്പോൾ കൊള്ളിച്ചുള്ള ബ്രേക്കിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ആ ബ്രേക്കും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ വണ്ടി ഇപ്പോൾ ഏറ്റവും പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഈ ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്കും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വാഹനത്തെ ഇത്തരത്തിലുള്ള നല്ല കുത്തനെയുള്ള ഒരു ഇറങ്ങുന്ന സാഹചര്യങ്ങളിൽ നമുക്കിത് ഈസി ആയിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് കഴിയും. കണ്ടോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇനി നമുക്ക് വണ്ടി നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത്, അതായത് കൊള്ളിച്ച് വണ്ടിയായിട്ട് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് മെല്ലെ നമ്മൾ ക്ലച്ചും കൂടെ അങ്ങ് ചവിട്ടി കൊടുക്കുക.
എന്നിട്ട് വണ്ടി പൂർണ്ണമായിട്ട് നിർത്തേണ്ടത് ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടിയെ പൂർണ്ണമായിട്ടും ചവിട്ടി നിർത്താനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലായിരിക്കണം നമ്മൾ വലിയ ഇറക്കങ്ങളിൽ കൃത്യമായിട്ടും ബ്രേക്ക് ചെയ്ത് ഇറങ്ങേണ്ടത്. ഇനി അതുപോലെ തന്നെ അനാവശ്യമായിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കും, ഇവിടെ ബ്രേക്കിൽ എൻ്റെ കാല് നിൽക്കുകയാണ്. ഞാനിത് ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു, വണ്ടി റണ്ണാകുന്നു, ക്ലച്ചിൽ നിന്ന് അയച്ച് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇപ്പം നമ്മളിവിടെ ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങുന്നതിന് പകരം ക്ലച്ച് ചവിട്ടുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ക്ലച്ച് ചവിട്ടുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത് വാഹനത്തിന് ഗിയറുമായിട്ടുള്ള പിടുത്തം മാറുകയാണ്. അപ്പോൾ വാഹനം ഫ്രീ ആവുകയാണ്. അതായത് ക്ലച്ച് ചവിട്ടുമ്പോൾ നമ്മൾ ഗിയറിൽ കിടക്കുന്ന ഒരു വാഹനത്തിൽ ക്ലച്ച് ചവിട്ടുമ്പോൾ സംഭവിക്കുന്നത് വണ്ടിക്ക് ഗിയറുമായിട്ടുള്ള പിടുത്തം മാറി വണ്ടി ന്യൂട്രൽ പൊസിഷനിലേക്ക് വരികയാണ്. അതായത് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് വാഹനം ഒരു ഇറക്കത്ത് പോകുന്ന സമയത്ത് നമുക്ക് ആ ബ്രേക്കിൻ്റെ പിടുത്തം മാത്രമേ വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകത്തുള്ളൂ. അത് മുഖാന്തരം നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ലോഡ് മറ്റാൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വെയിറ്റും കൂടെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ബ്രേക്ക് കൃത്യമായിട്ടും അത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങാനായിട്ട് സഹായിക്കത്തില്ല. കാരണം നമ്മൾ ബ്രേക്ക് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വണ്ടി ഇറങ്ങുകയില്ല. അപ്പം ചെറിയ പായലോ തെന്നലോ കല്ലുകളോ ഒക്കെ ഇത്തരത്തിലുള്ള വലിയ ഇറക്കങ്ങളിലുണ്ടെങ്കിൽ വണ്ടി ബ്രേക്ക് കിട്ടാതെ വരികയും വലിയ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇറങ്ങാനായിട്ട് പറയുന്നത്. അനാവശ്യമായിട്ടുള്ള ക്ലച്ച് ചവിട്ടൽ ആ ഒരു സമയത്ത് ഒഴിവാക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ടത് ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഗിയറിൽ നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെ നമുക്ക് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ ബ്രേക്ക് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്കും കൂടെ ആകുമ്പോൾ വണ്ടി സ്ലോ ആണ്, നല്ല സ്ലോ ആണ്. അപ്പോൾ സ്ലോ ആകുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ക്ലച്ച് ചവിട്ടിയെന്ന് കരുതിയാലും വണ്ടിക്ക് അപകടം ഉണ്ടാകത്തില്ല. ക്ലച്ചും കൂടി ചവിട്ടി ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകത്തില്ല. പക്ഷേ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയിൽ നമ്മൾ പെട്ടെന്നാണ് ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടുന്നതെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് കിട്ടാതെ വരികയും അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ഇറക്കത്ത് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഓടിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ബ്രേക്ക് ചെയ്ത് തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. ചെറിയ ഇറക്കങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു വാഹനം ഓടിച്ചു പോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വീഡിയോയിൽ നിന്ന് ലഭിച്ചു എന്ന് കരുതുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഡ്രൈവിംഗിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.